ഹായ്, ഇവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8. പിന്നെ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ്. നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ മാത്രം താഴോട്ട് എടുത്ത് എഴുതാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8നെ എങ്ങനെ മാറ്റാം? 4 പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണ്. എന്തെന്ന് പറയാമോ? എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്നല്ലേ കിടക്കുന്നത്? അതെ. പ്ലസ് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്നും എഴുതിക്കൂടെ? ഇനി നമ്മളെ ചോദ്യത്തിലേക്ക് കണ്ടുവരാം. അപ്പൊ നമുക്ക് എങ്ങനെ വരുന്നു? ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഈ താഴെ കിടക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8ന് പകരം എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇൻ്റഗ്രൽ. ഇപ്പൊ ഇത് ഏത് ഫോർമുല മോഡലായി? അതായത് 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മോഡലായില്ലേ? 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫോർമുല ആൻസർ എന്താ? അതിന്റെ ഇൻ്റഗ്രൽ 1/a tan inverse x by a that is equal to 1/a. എക്ക് പകരം ഇവിടെ എത്രയാണ് കിടക്കുന്നത്? 2 ആണ്. അപ്പോൾ 1/2 tan inverse അതുപോലെ എഴുതി tan inverse. ഓക്കെ, എന്താ? എക്സ് ബൈ എ എന്നല്ലേ? എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് എക്സ് പ്ലസ് 2. അപ്പൊ എക്സ് പ്ലസ് 2 ബൈ എ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ എക്സ് പ്ലസ് 2 ബൈ 2 പ്ലസ് എന്തിടാം? ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് സി. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, ഇവിടെ നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ കംപ്ലീറ്റ് സ്ക്വയറിനെ അതായത് 8നെ നമ്മൾ എന്തെന്ന് എഴുതി? 4 പ്ലസ് 4. അപ്പൊ 4 ഈ ആഡ് ചെയ്ത 4 ആദ്യത്തെ 4 ഇതിനോട് എടുത്തപ്പോൾ ഇത് എന്തായി? കംപ്ലീറ്റ് സ്ക്വയർ ആണ്. അതായത് 2 ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ 2ab എന്നുള്ള 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4x. അപ്പൊ എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 4നെ മാറ്റി 2 സ്ക്വയർ എന്ന് എഴുതി. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മോഡലായി. ഇനി നമ്മൾ എഴുതി പഠിച്ചു വെച്ചിട്ടുണ്ട് 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ മാറ്റുന്നു? ഇന്റഗ്രലിലേക്ക് മാറ്റുമ്പം 1/a tan inverse x by a എന്നല്ലേ? എക്ക് പകരം 2 ആണ്. 1/2 tan inverse എക്സിന് പകരം കിടക്കുന്ന x പ്ലസ് 2 ആയതുകൊണ്ട് x പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഇന്റഗ്രൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 30. അതും ഡിനോമിനേറ്റർ നമുക്ക് ഇങ്ങനെ മാറ്റാം. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 30 എന്നാണ് കിടക്കുന്നത്. ഇതിനെ മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക, എക്സിന്റെ ഈ മിഡിൽ ടേം ആയ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? കോഎഫിഷ്യന്റ് 6 ആണ്. അപ്പൊ 6ന്റെ പകുതി എത്രയാ? 3. ഈ 3യുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുകയും വേണം, സബ്സ്ട്രാക്ട് ചെയ്യുകയും വേണം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? എക്സ് സ്ക്വയർ മൈനസ് 6x എന്തിന്റെ സ്ക്വയറാ? 3യുടെ സ്ക്വയർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു 3 സ്ക്വയർ. അത് ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? 3യുടെ സ്ക്വയർ സബ്സ്ട്രാക്ട് ചെയ്യണം. അതിന് മുമ്പ് അവിടെ ഉള്ള ടേം 13 ആണ്. 3യുടെ സ്ക്വയർ 9. അത് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്ട്രാക്ട് ചെയ്തു. നോക്കിക്കേ, ഇവിടെ 3യുടെ സ്ക്വയർ ആഡ് ചെയ്തു, ഇവിടെ 3യുടെ സ്ക്വയർ സബ്സ്ട്രാക്ട് ചെയ്തു. ഇത് നോക്കിക്കേ, ഇതിപ്പോ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണ്. എന്തിന്റെയാ? അതായത് x മൈനസ് 3 ദി ഹോൾ സ്ക്വയർ എന്നതാണ് ഈ കിടക്കുന്നത്. അപ്പുറത്ത് 13 9 പോയാൽ എത്രയാ? 9 പോയാൽ 4 ആണ്. അപ്പൊ ഇവിടെ പ്ലസ് 4 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 4നെ 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 13 9 കുറച്ചാൽ 4 കിട്ടുന്നു. 4നെ എന്തെന്ന് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇപ്പൊ ഏത് മോഡലായി? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയില്ലേ? അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് കടന്നു പോകുന്നു. ദാറ്റ് ഈസ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 30 ഇന്റഗ്രൽ എണ്ണം ഈക്വൽ ടു ഈ ഡിനോമിനേറ്റർ പകരം ഏത് എഴുതി കൊടുക്കാം? എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എഴുതി കൊടുത്തൂടെ? ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എഴുതിക്കൂടെ? എഴുതാം. ഇപ്പൊ നമ്മൾ ഏത് ഫോർമുല മോഡലായി? 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയില്ലേ? അപ്പൊ എന്താ അതിന്റെ ആൻസർ? 1/a. എക്ക് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? 2. അപ്പൊ 1/2 tan inverse
ഇൻവേഴ്സ് എക്സ് ബൈ എ, എക്സിന് പകരം എക്സ് കിടക്കുന്നിടത്ത് കിടക്കുന്നത് എന്താ എക്സ് മൈനസ് 3. അപ്പോൾ എക്സ് മൈനസ് 3 ബൈ എ എന്ന് പറയുന്നത് 2 ആണ് പ്ലസ് സി, ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി, താങ്ക് യു.